ഹലോ ഗൈസ്, അങ്ങനെ മസ്താനി റെനയുടെ മസ്തകത്തിലും പ്രവീൺ നമ്മുടെ ആര്യൻ്റെ മസ്തകത്തിലും നന്നായിട്ട് ആണിയടിച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ലൈവിൽ നല്ല വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അതുപോലെ കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രവീണും ഇവർ പോയി കഴിഞ്ഞപ്പോൾ രമ്യ നബീഷിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവീണും ആര്യനും തമ്മിലൊരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വഴക്ക് തുടങ്ങി. എന്തായാലും പ്രവീൺ കത്തിക്കയറി, നീ നീ പുതപ്പിനടി കിടന്ന് എന്താടാ കാണിക്കുന്നത്, നീ പാവാടവള്ളിയടാ ആരുടെ പാവാടവള്ളി എന്ന് പറഞ്ഞില്ല, പാവാടവള്ളിയടാ, നീ പോയി താരത്തി കളിക്കടാ പാവാടവള്ളി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആര്യന് മനസ്സിലായി ആ പ്രൊവോക്കേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ആര്യന് മനസ്സിലായിട്ട് ആര്യൻ അതൊന്ന് മാറ്റിപ്പിടിച്ച സമയത്ത് അതേപോലെ തന്നെ ഇത് അപ്പോൾ വീണ്ടും അപ്പോൾ പിന്നെ ആര്യന് കുറച്ചൊന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ശരിയാടാ, എനിക്കത് പാവാടവള്ളി എന്ന് വിളിക്കണേ, എനിക്കിഷ്ടവാടാന്ന്. അതിനുശേഷം റെനെ നന്നായിട്ട് മസ്താനി എടുത്ത് അങ്ങ് മസ്തകത്തിലിട്ട് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. നീ മര്യാദയ്ക്ക് കളിക്കടി, പുതപ്പിനടി കയറി എല്ലാവരും കൂടി പുതപ്പിനടി കയറി ഇരുന്ന് സംസാരിക്കുക, നിന്റെ വീട്ടിൽ കയറ്റൂടി, നിന്നെ കെട്ടാൻ പോണെന്ത്, നിൻ്റെ ബോയ് ഫ്രണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണടി, നീ എന്തോടി കാണിക്കുന്നത്, നീ മര്യാദയ്ക്ക് കളിക്കടി, നീ എങ്ങനെയാണെന്നുള്ള കാര്യം നീ പറഞ്ഞ അറബി കല്യാണമൊക്കെ അവിടെ നാട്ടിലൊക്കെ പാട്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പുറത്തേക്ക് അത് വന്നു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പറഞ്ഞു. റെന തകർന്ന് സത്യം പറഞ്ഞാൽ തരിപ്പണമായി. റെന ഭയങ്കര കരച്ചിലായിരുന്നു. റെന ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷേ റെനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മസ്താനി എടുത്ത് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാട്. അപ്പോൾ പറയാം, മസ്താനി നിൻ്റെ സ്വകാര്യ കാര്യങ്ങളല്ല, നിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ പേഴ്സണൽ കാര്യങ്ങൾ പറയും, ഞാനൊരു പെണ്ണായതുകൊണ്ട് നിന്നെ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. മസ്താനി നീ പറയടി, നീ പറഞ്ഞാൽ എനിക്ക് എന്താണ്, നീ എന്ത് പറയാനാണെടി, നീ പോടി അവിടെ നിന്ന് കുറച്ച് സെറിലാക്ക് കുടിക്കടി എന്നൊക്കെ പറഞ്ഞ് ശരിക്ക് കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ റെനയ്ക്ക് ആവശ്യമായിരുന്നു. കാരണം ഒരു പെണ്ണിനെ 10-25 ദിവസം, ഒരു ചേച്ചിന് 10-11 വയസ്സുള്ള ഒരു മൂത്തൊരു പെണ്ണിനെ 25 ദിവസത്തോളം എല്ലാവരുടെയും കൂടെ നിന്ന് എന്തുമാത്രം മോശമായിട്ടാണ് ആക്ഷേപിച്ചത്. അവൾ കരയുമ്പോൾ പറയുന്നു, അയ്യോ അവൾ കണ്ണീരൊഴിപ്പിക്കുന്നു, നാടക നടി. അപ്പോൾ കണ്ടില്ലേ, എല്ലാവർക്കും ഇമോഷൻ ബ്രേക്ക് ആവും. ഇപ്പോൾ ഇവളാണ് കരയുന്നത്, ഇവൾ കിടന്ന് എന്തോ ഒരു കരച്ചിലായിരുന്നറിയാം. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അക്ബർ ശരി വയ്ക്കുന്നു. എന്താ പറയുക, മറ്റവൻ നമ്മുടെ അവൻ്റെ പേര് ആര്യന് ഭയങ്കരമായിട്ട് സപ്പോർട്ടുമായിട്ട് അക്ബർ വരാൻ തുടങ്ങിയത് നൂറ അത് കയറി അങ്ങ് തടഞ്ഞ്. നൂറ പറഞ്ഞ് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കല്ലേ, സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് ചിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും നൂറയുടെ സൗണ്ട് കേട്ടതും അക്ബർ വലിഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാവാടവള്ളി ഗ്രൂപ്പ് തകർന്ന് തരിപ്പണമായി കേട്ടോ. അപ്പാനിയുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ ഗായ്സ്.